ബഹുമാന്യരും പ്രിയമുള്ളവരുമായ സഹോദരങ്ങളെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ ചില വാക്യങ്ങൾ മാത്രം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തിരുവെഴുത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ഭക്തി എപ്രകാരമായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ദൈവത്തോടുള്ള ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. കാരണം അതിനെപ്പറ്റി തിരുവെഴുത്ത് പറയുന്നത്, ദൈവഭക്തി ഇല്ലാത്തവരും ദൈവത്തിന് വിരോധമായി ജീവിച്ചുകൊണ്ടിരുന്നതുമായ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്നതുമായ ജനത്തോട് പ്രവചനത്തിൽ കൂടി മുൻപേ ദൈവം അരുളപ്പാടുകൾ ഈ ലോകത്തിന് നൽകിയിട്ടുണ്ട്. അത് ന്യായവിധിയും നാശവും തന്നെയാണ്. ദൈവത്തിൽ വിശ്വസിക്കാതെ ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്ന ജനത്തിൻ്റെ മേൽ നാശമുണ്ടാകുമെന്നും അവർക്ക് ഒരു ന്യായവിധി ഉണ്ട് എന്നുമുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ തിരുവെഴുത്ത് ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിൽ നടന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, നോഹയുടെ കാലത്തെ ജലപ്രളയം. രണ്ട്, സോദോമിൻ്റെയും ഗോമോറോയുടെയും മേൽ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ അഗ്നി ഇറങ്ങി വന്നത്. മൂന്ന്, നിനവേയുടെ നാശം. ഇതെല്ലാം ദൈവത്തിൻ്റെ കോപം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അത് വരുത്തിയ നാശങ്ങളെക്കുറിച്ചാണ്. അതിന് തിരുവെഴുത്ത് പറയുന്നത് നാം ദൈവത്തോട് ഭക്തിയുള്ളവരായിരിക്കണം എന്നാണ്. ഈ ദൈവഭക്തി നമ്മളെ മാത്രമല്ല, നമ്മുടെ തലമുറയെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സമൂഹത്തെയും എപ്പോഴും നല്ല വഴിയിലേക്ക് നടത്തുവാനും ദൈവം തരുന്ന നന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അനുഭവിക്കുവാനുമുള്ള കാലയളവാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാക്തത്വമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു എന്ന്. ദൈവത്തോടുള്ള ഭക്തി ഇപ്പോഴുള്ള നമ്മുടെ ജീവിതത്തിന് നല്ലതാണ്. ഒരിക്കലും ദൈവം ഒരു മനുഷ്യനും ദോഷം ചെയ്യുന്നവനല്ല. ദൈവത്തിൻ്റെ ഭക്തരെ എപ്പോഴും ദൈവം കാത്തുപരിപാലിക്കും എന്നുള്ള യാഥാർത്ഥ്യം. അതുപോലെ തന്നെ വരുവാനിരിക്കുന്നതിൻ്റെയും വാക്തത്വമുള്ളത് ആകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയും ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്നുള്ള കാര്യം നാം വിസ്മരിച്ച് കളയരുത്. പ്രിയമുള്ളവരെ, നാം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യമാണ്. ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ഭക്തി ഒരിക്കലും അവനെ നശിപ്പിക്കുകയല്ല, അവനെ ഏറ്റവും അധികം ഉന്നതമായ സ്ഥാനങ്ങളിലേക്കും പദവികളിലേക്കും ജീവിത വഴികളിലേക്കും പ്രകാശത്തിലേക്കും നിത്യജീവനിലേക്കും നയിക്കുവാനുള്ള ഒന്നാണ് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ഭക്തി. ആ ഭക്തി മനുഷ്യൻ എത്രമാത്രം മുറുകെ പിടിക്കുന്നുവോ അത്രയും അവൻ അനുഗ്രഹിക്കപ്പെടും ദൈവത്താൽ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഇവിടെ 1 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കൂടി അപ്പോസ്തലനായ പൗലോസ് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. അടുത്തതായി തിമോത്തിയോസ് എന്ന് പറയുന്ന ആ മനുഷ്യന് വേണ്ടി ഇതേ അപ്പോസ്തലൻ പറയുകയാണ്, പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിൻ്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു എന്ന്. പ്രിയമുള്ളവരെ, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് വസിക്കുവാൻ യോഗ്യമായ ഒരു നിർമ്മലമായ ഹൃദയം നമുക്കുണ്ടോ എന്ന്
നാം പരിശോധിച്ചു നോക്കേണ്ടതാണ്. നിർമ്മലമായ ഒരു ഹൃദയം ആർക്കുണ്ടോ ആ ഹൃദയത്തിൽ വസിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു നിർമ്മലമായ ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമ്മളിൽ ദൈവം വസിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തലമുറയോളം നാം അനുഭവിക്കുകയും നമ്മളിൽ കൂടി മറ്റുള്ളവരും അത് അനുഭവിക്കുകയും ചെയ്യും. അതിനാണ് പ്രിയമുള്ളവരെ ഇവിടെ പറയുന്നത്, നല്ല പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിൻ്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു എന്ന്. കാരണം നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. അല്ലാതെ മലിനമായ ഒരു ഹൃദയത്തിൽ ദൈവം വസിക്കുകയില്ല എന്ന് ഇവിടെ നമുക്ക് ബോധ്യമാകുകയാണ്. അങ്ങനെ ദൈവം വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അവരുടെ മേൽ യാതൊരു ദ്രോഹമോ കുറ്റമോ അതുപോലെ തന്നെ ഒരു പഴിയോ ഒരു കുറ്റവാളിയാക്കി മാറ്റി നിർത്തുകയോ ചെയ്യുവാൻ ദൈവം സമ്മതിക്കുകയില്ല. കാരണം സകലത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവം വസിക്കുന്ന ആ മനുഷ്യനെ ഒരിക്കലും നിന്ദിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അവൻ്റെ ജീവിതത്തിൽ അവൻ പരാജയപ്പെടുവാനും ദൈവം അനുവദിക്കുകയില്ല. അതിനാണ് നാം തന്നെ നമ്മളെ ഒന്ന് പരിശോധിക്കേണ്ടത്. ദൈവത്തിന് വസിക്കുവാൻ യോഗ്യമായ ഒരു നിർമ്മലമായ ഹൃദയമാണോ നമുക്കുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നുവെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. മറ്റൊരു കാര്യം, എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നത്, നിനക്ക് നന്മയുണ്ടാകുവാനും ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാക്തത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി തന്നെ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം അപ്പനേക്കാൾ അമ്മയേക്കാൾ വലുത് നാം എന്തിനെയാണ് ഏറെ ബഹുമാനിക്കുന്നത്? ദൈവം കഴിഞ്ഞെന്നാൽ പിന്നെ നാം ബഹുമാനിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത് നമ്മളെ പെറ്റു വളർത്തി നമ്മളെ വലിയവരാക്കുവാൻ മാത്രം ശ്രമിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ആ മാതാപിതാക്കളെ നാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അവനിൽ വസിക്കുന്നുണ്ട് ദൈവമെന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെടും. കാരണം ഞാൻ പറയട്ടെ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഇന്ന് വൃദ്ധരായ ജനങ്ങൾ മാത്രം താമസിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്നത് സ്വന്തം മക്കളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരോ അല്ല, മറ്റ് ആതുര സേവനം ചെയ്യുന്ന മനുഷ്യരാണ് ഈ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. കാരണം അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നവൻ ദൈവത്തെയും ബഹുമാനിക്കുന്നു, അവൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒന്നാമത്തെ കൽപ്പനയാണ്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത്. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് ആമേൻ എന്ന് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ മാത്രമല്ല നാം ദൈവത്തിന് നന്ദി പറയേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ വലിയ കഷ്ടതകൾ നമ്മളുടെ മേൽ വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരടി പോലും മുൻപോട്ട് വയ്ക്കുവാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്ന് നാം പതറി നിൽക്കുമ്പോഴും നാം ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നുവെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവർ, ദൈവം നമ്മെ അവിടെ നിന്ന് വിടുവിക്കും, ആശ്വസിപ്പിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഈ ലോകത്തിലൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം കൂടുതൽ അനുഭവിക്കുന്നത് കഷ്ടതയാണ്. അവന് സൗഭാഗ്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുറച്ച് സൗഭാഗ്യങ്ങൾ അനുഭവിക്കുമ്പോൾ മാത്രമല്ല ദൈവത്തിന് നന്ദി പറയേണ്ടത്. അവൻ കഷ്ടത അനുഭവിക്കുമ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നുവെങ്കിൽ തീർച്ചയായും ആ നന്ദി ദൈവം കേൾക്കുകയും അവനോട് കൂടെയിരുന്ന് അവൻ്റെ കഷ്ടതയിൽ നിന്ന് അവനെ വിടുവിക്കുകയും അവനെ സഹായിക്കുകയും ചെയ്യും എന്നിവിടെ കാണുവാൻ കഴിയും. അതാണ് 2 കൊരിന്ത്യർ 1-ാം അധ്യായം
20-ാമത്തെ വാക്യത്തിൽ തിരുവചനം പറയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നത്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കുന്നു എന്ന്. ഇതാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ഒടുവിൽ ഒരിക്കലും നശിച്ചു പോകാത്തതായ അടിസ്ഥാനങ്ങളുള്ളതായ ഒരു പട്ടണം ദൈവം ഒരുക്കിയിരിക്കുന്നു. ആ പട്ടണത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകണമെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനേക പാവപ്രവർത്തികളെക്കുറിച്ച് അവൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാകയാൽ അവന് അടിസ്ഥാനമുള്ള ഈ കൂടാരത്തിൽ പ്രവേശിക്കുവാൻ അവൻ യോഗ്യനല്ല. കാരണം അവൻ പാപമുള്ളവനാണ്. അവൻ്റെ പാപത്തെ പോക്കി അവനെ അടിസ്ഥാനമുള്ള സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ, അവനെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്ന് താൻ യാഗമായി തീർന്നതും. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവർ പാപമോചനം നേടിയെന്നും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൽ അവൻ കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ഈ നിത്യമായും അടിസ്ഥാനമായും ദൈവം ശില്പിയായും നിർമ്മിച്ച ആ പട്ടണത്തിൽ അവൻ ദൈവത്തോടു കൂടെ അവസാനമില്ലാത്ത കാലത്തോളം വസിക്കുമെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം ദൈവത്തിന് വസിക്കുവാൻ യോഗ്യമായ നിർമ്മലമായ ഹൃദയമാണോ എന്ന് നാം തന്നെ പരിശോധിക്കേണ്ടതാണ്. നിർമ്മലമല്ല എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയില്ല. നിഷ്കളങ്കമല്ല എങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുകയില്ല. ആയതിനാൽ നിർമ്മലവും നിഷ്കളങ്കവുമായ ഒരു ഹൃദയം നാം സ്വീകരിക്കേണ്ടതുണ്ട്. അവിടെ ദൈവം വസിക്കേണ്ടതുമുണ്ട്. വചനം കേട്ട സകല മനുഷ്യരെയും അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു.